നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി മിൽക്ക് ബണ്ണ് 20 മിനിറ്റ്സ് കൊണ്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ ഡോ കൊണ്ട് നമുക്ക് ബ്രെഡും ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ സോഫ്റ്റ് ബണ്ണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോട് കഴിക്കുമ്പം കറിയൊന്നും വേണമെന്നില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എയർ ഫ്രയർ ചെയ്തെടുത്ത നല്ല സോഫ്റ്റ് ബണ്ണിൻ്റെതാണ്. എയർ ഫ്രയറിൽ ഈ മിൽക്ക് ബ്രെഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സേ വേണ്ടുള്ളൂ. 125 വെച്ചാൽ മതി 20 മിനിറ്റ്സും. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് മൈദ തന്നെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ഞാൻ ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് കപ്പിന് 5 കപ്പ് മൈദക്കാണ്. അതിന് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1 കപ്പ് മിൽക്ക്, 1/2 കപ്പ് ചൂടുവെള്ളം, പിന്നെ 1 ടീസ്പൂൺ വടിച്ച് സോൾട്ട്, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അഞ്ച് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദക്ക് പകരം നമുക്ക് ആട്ടി എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ആദ്യം സ്പൂൺ കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് കുഴക്കണം. അതിനായി ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ഞാനൊരു നല്ല പലകയുണ്ട് എൻ്റെ അടുത്ത്, വുഡിൻ്റെ. അത് ഞാനിങ്ങനെ മാവ് കുഴക്കാൻ എടുക്കുന്നതാണ്. അതിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസിൽ പവർ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. എങ്കിൽ എത്രത്തോളം സോഫ്റ്റ് ആകുന്ന അത്രത്തോളം നമുക്ക് ബ്രെഡും സോഫ്റ്റായി കിട്ടും. നമ്മൾ കുഴച്ച് നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വലിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് പാകമായിട്ടുണ്ടെന്ന്. കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവുക, അധികം ടൈറ്റ് ആവാൻ പാടില്ല. പൊങ്ങി വരാനുണ്ട്, കുറച്ച് പെർമെൻറ്റേഷൻ നടക്കണം. അതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. ഇതിപ്പോൾ ഒരു ബൗളിൽ ഇട്ട് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുക. മാവ് ആറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ കുഴക്കുന്ന വുഡിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കുകയെന്ന് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരേ ഈവനായിട്ട് പരത്തുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി അധികം കുഴക്കേണ്ട ആവശ്യമില്ല.
ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓരോന്ന് ബോൾസും എടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിൽ വെച്ചിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ശേഷം ഒരു 10-20 മിനിറ്റ് കൂടി മാറ്റി വെക്കാനുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോ ബോൾസും എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് 9 എണ്ണം ഇതിലേക്ക് വെക്കാൻ പറ്റും. വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് 20 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. ശേഷം നമുക്ക് ഒരു എഗ്ഗ് അടിച്ചിട്ട് എഗ്ഗ് യോക്കായാലും മതി, രണ്ടും കൂടി ആയിട്ടാലും കുഴപ്പമില്ല. അടിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം നേരെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുക. 125-ൽ 20 മിനിറ്റ്സ് സെലക്ട് ചെയ്യുക. നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ ഇനി എയർ ഫ്രയറിൻ്റെ ജോലി മാത്രമാണ്. ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി മിൽക്ക് ബൺ റെഡി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.